കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ല എന്നതാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ് ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്നു. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. ഇതിൽ പരമശിവനെയും വിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും ഉദ്ഘോഷിക്കുന്നു. പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമായ ഓച്ചിറയിൽ വന്നെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ചു പ്രദക്ഷിണത്തിന് കൊണ്ടുവരുന്ന കാളയെയാണ്. ശ്രീകോവിലില്ലാത്ത പ്രതിഷ്ഠയില്ലാത്ത മൂലസ്ഥാനത്തിന് ചുറ്റും ത്രിശൂലങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ഭസ്മം പ്രസാദമായി നൽകുന്നു. ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായും ത്രിശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു. പരബ്രഹ്മസ്വരൂപം എന്നത് സാക്ഷാൽ ആദിപരാശക്തി സമേതനായ പരമേശ്വരനാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ പരദേവതയായിരുന്നു പരബ്രഹ്മം. നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ. നമ്പൂതിരി ദിവസവും 7 നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ ചെയ്തിരുന്നു. ഒരിക്കൽ പരബ്രഹ്മ ധ്യാന നിരതനായി വർത്തിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചു. നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്നായിരുന്നു നമ്പൂതിരിയുടെ പരിഹാസമായുള്ള മറുപടി. ഇതു കേട്ട ചാത്തൻ 41 ദിവസം ധ്യാനിച്ചതിൻ്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാടൻ പോത്തിനെ ചാത്തന് മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ എന്നും അറിവില്ലായിരുന്നു. ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തുകൂടി സഞ്ചരിക്കുകയായിരുന്നു നമ്പൂതിരിയും ചാത്തനും പുറകെ മാടൻ പോത്തും. അന്നവിടെ നിറയെ വയലായിരുന്നു. പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു. നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു. ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തൻ്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പ്രയാസമാണെന്ന് മനസ്സിലായി. ചാത്തൻ പോത്തിനോട് തല ചരിച്ചു കയറാൻ പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് ചോദിച്ചു, ആരോടാണ് നീ സംസാരിക്കുന്നത്? നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി. പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ. അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു. നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി. ആ ചിറയാണ് പോത്തിൻ ചിറയായി മാറിയത്. പിന്നീട് ഓച്ചിറയായും. പരബ്രഹ്മനാഥമായ ഓംകാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. പോത്ത് പോയതോടെ ചാത്തൻ വിഷമത്തിലായി. പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറപ്പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും നടന്നു വന്നിരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ ഐതിഹ്യമായി ദേശവാസികൾ പറയപ്പെടുന്നത്. ഓച്ചിറക്കളിയും ഓച്ചിറ കാളകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്.
മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് മറ്റൊരു സവിശേഷത. ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമായുള്ള കഞ്ഞി പകർച്ച ഒരു പ്രധാന നേർച്ചയാണ്. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയും വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് മഹോത്സവവും വളരെ പ്രാധാന്യമർഹിക്കുന്നു. വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനം പാർക്കുക എന്നതാണ് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാട്. ചിങ്ങത്തിലെ തിരുവോണം കഴിഞ്ഞെത്തുന്ന കന്നിയിലെ തിരുവോണമാണ് 28-ാം ഓണം. ചിലയിടങ്ങളിൽ 28-ാം ഓണത്തിനും അത്തപ്പൂക്കളമിടാറുണ്ട്. ഈ 28-ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് അഥവാ കാളവേല ആഘോഷം നടക്കുന്നത്. ഒരു ജോഡി കാളകളുടെ രൂപങ്ങൾ കെട്ടിയുണ്ടാക്കി അതിനെ ഓച്ചിറ ക്ഷേത്ര പരിസരത്ത് നിരത്തി നിർത്തിയാണ് കാളവേല. കെട്ടിയുണ്ടാക്കുന്ന ഈ കാളരൂപങ്ങളെ കെട്ടുകാളകളെന്നും പറയും. ഓണാട്ടുകരയിലെ 52 കരക്കാരുടെ വകയായാണ് 28-ാം ഓണത്തിന് കെട്ടുകാളകൾ ഒരുങ്ങുക. ഓരോ കരക്കാരും മത്സരബുദ്ധിയോടെ കാളകളെ അണിയിച്ചൊരുക്കും. കാർഷികാഭിവൃദ്ധിക്ക് കൂടിയാണ് കാളവേല നടത്തുന്നത്. വലിയ രഥങ്ങളിൽ വടം കെട്ടിയാണ് കാളകളെ പടനിലത്തിലൂടെ ആനയിക്കുക. ഓച്ചിറയിലെ 8 കണ്ടങ്ങളിലും ഉരുളുന്നത് ഒരു വഴിപാടാചാരമാണ്. ത്വക്ക് രോഗങ്ങൾ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റ് കാര്യലബ്ധിക്കായും ഉരുളിച്ച നടത്താറുണ്ട്. പണ്ട് രോഗം മാറേണ്ടുന്നവർ തന്നെ 8 കണ്ടങ്ങളിലും ഉരുണ്ടിരുന്നു. ഇവിടത്തെ മണ്ണ് ഔഷധ ഗുണമുള്ളതാണെന്നാണ് ദേശവാസികൾ വിശ്വസിക്കുന്നത്. 2 നൂറ്റാണ്ട് മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറ പടനിലം എന്ന് പറയപ്പെടുന്നു. യുദ്ധത്തിൻ്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചുവെന്നും ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധത്തിൻ്റെ സ്മരണ നിലനിർത്താനായിട്ടാണ് വർഷം തോറും മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നത്. 2024 ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് നക്ഷത്രവനം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകളെ കോർത്തിണക്കി നട്ടുപിടിപ്പിച്ച ഔഷധ ഗുണമുള്ള വൃക്ഷങ്ങളാണ് ഇവിടെയുള്ളത്. വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിഞ്ഞു. ഇന്നു കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൾത്തറകൾ 2ഉം വേലുത്തമ്പി ദളവ പണികഴിപ്പിച്ചവയാണ്. ഈ ആൽമരത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നതാണ് പരബ്രഹ്മം എന്ന നാമം അന്വർത്ഥമാക്കുന്നത്. ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്തെവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട്. പുരാതന കാലം മുതൽക്കു തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തി വന്നിരുന്നു. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം.